സ്വകാര്യ തോട്ടം ഉടമ ചെക്ക് ഡാം നിർമ്മിച്ച് തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞതായി പരാതി. രാജകുമാരി മഞ്ഞക്കുഴി തോട്ടിലാണ് തടയണ കെട്ടി വെള്ളം തടഞ്ഞത്. ഇതോടെ നിരവധി ആദിവാസികളും കർഷകരും ദുരിതത്തിലായിരിക്കുകയാണ്. വേനൽ കടുത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായ രാജകുമാരി പഞ്ചായത്തിലെ മഞ്ഞക്കുഴിയിൽ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന മഞ്ഞക്കുഴി തോടിന് കുറുകെ തടയണ നിർമ്മിച്ച് തോടിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതായാണ് പരാതി. രാജകുമാരി പഞ്ചായത്ത് 5-ാം വാർഡിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ഏലം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർഷങ്ങൾക്ക് മുമ്പ് തടയണ നിർമ്മിച്ചത്. ഇവിടെ തടയണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും താഴെയുള്ള കുടുംബങ്ങൾക്കും കർഷകർക്കും യഥേഷ്ടം വെള്ളമെടുക്കാൻ അവസരം നൽകിയിരുന്നു. എന്നാൽ ഏലത്തോട്ടം എസ്റ്റേറ്റ് മാനേജ്മെന്റ് മാറിയതോടെ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കുകൂടി തടസ്സപ്പെടുത്തി തടയണയിൽ വെള്ളം സംഭരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ടറുടെ അടുത്തുനിന്ന് അന്വേഷണത്തിന് വിട്ടായിരുന്ന വില്ലേജ് ഓഫീസറെയാണ്. വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് ഞങ്ങളെ രണ്ടുപേരെയും 2 ദിവസത്തിനുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് വില്ലേജ് ഓഫീസർ അയാളെ മാത്രം വിളിച്ച് സംസാരിച്ച് അയാൾ വെള്ളം എടുപ്പിക്കുകയായിരുന്നു. ഞാൻ 4 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ അയാൾ പറയുക ചേട്ടനെ കൊണ്ട് അയാൾ വെള്ളം എടുപ്പിക്കുകയായിരുന്നാണ് പറഞ്ഞേക്കണത്. അങ്ങനെയൊക്കെയാണ് ഒരു സർക്കാർ ജീവനക്കാർ ഒരു നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ പറയേണ്ടത്. തടയണയിൽ നിന്ന് വെള്ളം എടുക്കാനും പുതിയ മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല. ഇതോടെ രാജകുമാരി പഞ്ചായത്ത് 5-6 വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാതായി. മഞ്ഞക്കുഴി ആദിവാസി കുടിയിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ശുദ്ധജലത്തിനായി ആശ്രയിച്ചിരുന്നത് മഞ്ഞക്കുഴി തോടിനെയാണ്. ഈ തോടിന്റെ കരയിലാണ് പ്രദേശത്തെ മിക്കവാറും കിണറുകളും ഉള്ളത്. കാർഷിക ആവശ്യത്തിനും തോട്ടിൽ നിന്ന് വെള്ളം എടുത്തിരുന്നതാണ്. എന്നാൽ മുകളിലെ തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തിയതോടെ തോടിന്റെ കരയിലുള്ള കിണറുകളിലെയും വെള്ളം വറ്റി. വീടുകളിലെ ആവശ്യത്തിന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ വെള്ളം എത്തിക്കേണ്ട അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകരും പറയുന്നു. പക്ഷേ ഈ തോട്ടിൽ നിരന്തരമായി വെള്ളം വരുന്നുണ്ട്. പക്ഷെ അത് ഏതാണ്ട് ഒരു 3-4 ഇഞ്ച് ഓസിലേക്ക് സ്ഥിരം ഉപയോഗിച്ച് അവർ സ്പ്രിംഗ്ലർ വെച്ച് ഉപയോഗിക്കുന്നുകൊണ്ടാണ് താഴേക്കുള്ളവർക്ക് യാതൊരുവിധ വെള്ളത്തിന് ദൗർലഭ്യം അനുഭവപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ കൂടിയ വേനലിൽ മരുന്നടിക്കാൻ പോലും വെള്ളം താഴെയുള്ള കർഷകർക്ക് കൊടുക്കാതെ ഇവർ തടഞ്ഞു വെക്കുന്നത് അനീതി തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അധികൃതർ ഇടപെട്ട മഞ്ഞക്കുഴി തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം.